ഹായ്, പുതിയ വീട്ടിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നടിപ്പിൻ നായകൻ സൂര്യയുടെ കങ്കുവ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ഏകദേശം 2 വർഷത്തോളം ആയിട്ടുണ്ട് ഇതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയത്. ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. ഡയറക്ടർ ചിരുതൈ ശിവ, മ്യൂസിക് ചെയ്തിരിക്കുന്ന ദേവശ്രീ പ്രസാദ്. പുഷ്പയ്ക്കകത്തൂടെ നാഷണൽ അവാർഡ് കിട്ടിയ 2 മിനിറ്റും 39 സെക്കൻഡുമാണ് ട്രെയിലറിൻ്റെ ഡ്യൂറേഷൻ. നമ്മുടെ ഇതിനകത്ത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ കാണിക്കുന്നില്ല, പണി കിട്ടും, കോപ്പിറൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് കണ്ടിട്ട് എനിക്ക് എങ്ങനെ തോന്നി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ട്രെയിലറിൻ്റെ റിയാക്ഷൻ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യം സൂര്യയെ പറ്റി ഒരു കാര്യം പറയാം. അതിന് മുമ്പ് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സൂര്യയെ പറ്റി കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ലെവലിൽ എന്ന് വെച്ചാൽ തമിഴ് സിനിമയായാലും ഈ ഒരു ലെവലിലോട്ട് കൊണ്ടുവരുന്നത് ഈ സൂര്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാനം സൂര്യയ്ക്കുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്യുന്ന ഓരോ പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഓരോ സിനിമ ഇപ്പം സിംഗൻ സീരീസ് ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പുള്ളി എടുക്കുന്ന ഓരോ സെലക്ട് ചെയ്യുന്ന പടങ്ങളുണ്ട്. ആ പടങ്ങൾ ആ സമയത്ത് ഇപ്പോഴല്ല, ഒരു 10-12 വർഷം മുമ്പേ പുള്ളി ഇതിനകത്തുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 7ാം അറിവ് അതിന് മുമ്പേ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആ സമയത്തൊക്കെ ആൾക്കാർ പുള്ളിക്കാരനെ ഇട്ട് കളിയാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ഒരു വിജയ് ഫാനാണ്. പിന്നെ വിജയ് കുറ്റം പറയും, അത് എനിക്ക് അത് ആ ഒരു രീതിയിൽ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറ്റം പറയുന്നത്. പക്ഷേ ആ സമയത്ത് നമ്മൾ സൂര്യ എന്ന് വെച്ചാൽ ആ സിനിമ ആ സമയത്തൊക്കെ +2 സമയത്തൊക്കെ നമ്മൾ പഠിക്കുമ്പം അറിയാം, ഏറ്റവും കൂടുതൽ സൂര്യയും വിജയും തമ്മിൽ നല്ല ക്ലാഷ് ആയിരിക്കും ഫാൻസിനൊക്കെ. അപ്പോൾ അന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്തത് ഞാൻ വിജയും സൂര്യയായിട്ടുണ്ട്. അന്ന് സൂര്യയുടെ സിനിമകൾ കാണുന്നത് കുറവായിരിക്കും, പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. പക്ഷേ പുള്ളിയുടെ നമ്മൾ +2 കഴിഞ്ഞ് ഡിഗ്രിയിലോട്ടാകുമ്പം നമുക്ക് ആ സിനിമ ആ ആക്ടർ എന്നുള്ള രീതി മാറ്റിയിട്ട് സിനിമയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സമയം വരും. ഇപ്പം കൂടുതലും പേര് പുള്ളിക്കാരനെ കുള്ളൻ സൂര്യ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പുള്ളിക്ക് ആവശ്യത്തിലധികം ഉള്ളൊരു നീളം പുള്ളിക്കുണ്ട്. ഒരു വൃത്തികേടില്ല, പുള്ളിക്ക് അത്യാവശ്യം ആവശ്യത്തിൽ കൂടുതലുള്ളൊരു നീളം പുള്ളിക്കുണ്ട്. എന്നതിന് ശേഷം കൂടുതലും വിളിക്കുന്ന വിജയ് ഫാൻസുകാരാണ് പുള്ളി അങ്ങനെ വിളിക്കുന്നത്. പക്ഷേ പുള്ളി അന്ന് തൊട്ട് തുടങ്ങിയ പണിയാണ്. പടങ്ങളൊക്കെ ആദ്യമേ ഫ്ലോപ്പായിട്ടുണ്ട്. കണ്ടാൽ മതി, പുള്ളിയുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറേ പടങ്ങൾ ഫ്ലോപ്പായിരിക്കും. കാരണം അത് പുള്ളിയുടെ ഹാർഡ് വർക്ക് ചെയ്തതാണ്. വെച്ചാൽ പുള്ളിക്ക് തന്നെ അറിയാം, ഈ ഒരു പടം ഈ കാലഘട്ടത്തിൽ ഇറക്കിയാൽ പുള്ളിയുടെ ഒരു ഓഡിയൻസ് ഉണ്ട്, ഒരു കൂട്ടം ഓഡിയൻസ് പുള്ളി ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്ന് പുള്ളിക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷേ എങ്കിലും പുള്ളി അത് സ്വന്തം റിസ്കിൽ നിന്ന് ആ പടങ്ങൾ ഇപ്പം ഈ ഒരു കാണുന്ന തമിഴ് ലെവലിൽ പടങ്ങൾ മാറി ചിന്തിക്കാനുണ്ടെങ്കിൽ അത് പുള്ളിയുടെ ഒരു കഴിവാണ്. പുള്ളി അന്ന് മാറ്റിയെടുത്ത ഒരു കഴിവാണ്. പുള്ളി മാത്രമല്ല, കുറേ വിക്രം ചെയ്തിട്ടുണ്ടെങ്കിലും ആ പടങ്ങൾ ആ ലെവലിലോട്ട് എത്തിയിട്ടില്ല. അന്യനും ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ പുള്ളിക്ക് അത്ര എടുത്തു പറയേണ്ട പടങ്ങളൊന്നും ഹിറ്റായിട്ടില്ല. പക്ഷേ സൂര്യ അന്ന് തുടങ്ങിയ പണിയാണ്. ഇപ്പം പുള്ളിക്കാരൻ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ബാക്കിയുള്ള ആക്ടർമാർക്കും ഈ സൂര്യ ചെയ്യുന്ന പടങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം ഞാൻ പറയാം, സൂര്യ പോലുള്ള ആക്ടർമാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ജോലിയോട്, എന്ന് വെച്ചാൽ ഒരു ആക്ടർ ഒന്ന് ചെയ്യുന്ന ജോലിയോട് ഒരു ഇഷ്ടം തോന്നി ചെയ്യുന്ന ഒരു കഴിവുണ്ട്. എന്ന് വെച്ചാൽ എടുക്കുന്ന റോള് എത്രത്തോളം നല്ലതാക്കാൻ പറ്റുമോ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് നല്ലതാക്കാൻ നോക്കുന്നുണ്ട്. അത് അതേപോലത്തെ പടങ്ങളാണ് പുള്ളി എടുക്കുന്നത്. അല്ലാതെ ഒരു മാസ് ഇൻട്രോ, അത് കഴിഞ്ഞിട്ട് ഒരു പാട്ട്, അത് കഴിഞ്ഞിട്ട് ഡാൻസ്, കുറച്ച് ആൾക്കാരുടെ പുറകെ നടക്കുന്നത്, അങ്ങനെയൊക്കെ നടന്നിട്ട് പിന്നെ കുറച്ച് പേര് ഇടിച്ച് തെറിപ്പിക്കുന്ന സോഷ്യൽ മെസ്സേജ്, ഇങ്ങനെയൊക്കെ ഏറ്റവും അവസാനം പ്രസ് മീറ്റ്, ഇങ്ങനെയൊക്കെ കൂട്ടി ഇത് കൊടുക്കുന്നതല്ല. പുള്ളി ഓരോ പടങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും അടുത്തടുത്ത പടങ്ങൾ വരുന്നത്. അതിനകത്ത് കൂടുതലും ഫ്ലോപ്പായിരിക്കും. പക്ഷേ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പുള്ളി അന്ന് എടുത്ത പടങ്ങൾ ഇപ്പോഴാണ് അത് എന്താ പറയുന്നത്, ഇപ്പോഴത് ട്രെൻഡ് സെക്ടറായിട്ട് വരുന്നത്. ഇപ്പം അന്ന് മാസ് പടങ്ങൾ ചെയ്തിരിക്കുന്ന വ്യക്തികളൊക്കെ ഇപ്പോൾ അതെടുത്ത് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ സൂര്യ ഇപ്പം സേഫ് ലാൻഡിലാണ്. അപ്പം പുള്ളിയുടെ ഒരു പടം 2 വർഷത്തിന് മുമ്പ് ഷൂട്ടിംഗ് തുടങ്ങിയത്. ഇപ്പം എൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് മുമ്പ് കുറേ ഗ്ലിംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നി, ഈ ട്രെയിലർ കണ്ടിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ വിഷ്വൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പൊള്ളി സാധനമാണ്. ഇപ്പോൾ കങ്കോ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വിഷ്വൽ ഇപ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു വിഷ്വൽ അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഓരോ രീതിയിലുള്ള ഇതും ബബിൾ കെയറും ഇതൊക്കെ വെച്ച് ഓരോ റെഫറൻസ് കയറ്റി അങ്ങനെയൊക്കെയുള്ള റെഫറൻസൊക്കെ കയറ്റിയുള്ള പരിപാടിയൊന്നുമല്ല. പുള്ളി ആ ഒരു ക്യാരക്ടറിൽ അങ്ങ് അലിഞ്ഞ് പുള്ളി അങ്ങ് ചെയ്തിട്ടുണ്ട്. ട്രെയിലർ കട്ടിങ്ങൊക്കെ കുറച്ചും കൂടി ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി, എന്നിട്ട് അത് മോശമാണെന്നല്ല, വിഷ്വലൊക്കെ അതിൻ്റെ 3D കൂടെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് തോന്നി. കുറേ കാര്യങ്ങളൊക്കെ 3Dയിൽ കണ്ട നല്ല എഫക്റ്റാണ് തോന്നുന്നത്. കാരണം ആ ഒരു വിഷ്വലി 3D കാണുമ്പോൾ നല്ലതായിട്ട് എനിക്ക് തോന്നി. നമ്മൾ അവതാരമൊക്കെ കണ്ടായിരിക്കും. അപ്പോൾ അതേപോലുള്ളൊരു വിഷ്വലൊക്കെ തോന്നി. പിന്നെ കുറച്ചും കൂടെ ഒന്ന് ട്രെയിലർ കട്ട്, ഇപ്പോൾ ഇത് ആദ്യത്തെ ട്രെയിലറാണെന്ന് തോന്നുന്നത്. സിനിമ റിലീസാവുന്നതിന് മുമ്പ് വേറെ ട്രെയിലർ വിടുമായിരിക്കാം. 2 പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. ഇപ്പം ഒരു ആദിവാസികളുടെ ഒരു നേതാവായിട്ട് സൂര്യ വരുന്നുണ്ട്, കങ്കുവ എന്ന് പറഞ്ഞാൽ ആദിവാസികളുടെ. അപ്പോൾ എനിക്കൊന്ന് കങ്കുവ എന്നുള്ളത് വില്ലൻ്റെ ആദിവാസിയാണെന്ന് തോന്നുന്നു. കേട്ടിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവർ തമ്മിലുള്ളൊരു വഴക്കാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിച്ചേക്കുന്നത്. പിന്നെ പുതിയ 2 കാലഘട്ടത്തിലുള്ള സൂര്യ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കൂടുതലും കാണിച്ചേക്കുന്നത് പഴയ കാലഘട്ടത്തിലുള്ള. പക്ഷേ ആ ആറ്റിറ്റ്യൂഡ് പുള്ളി എന്ന് പറഞ്ഞാൽ ആ ഒരു നേതാവിൻ്റെ, ആ ട്രൈബലിൻ്റെ ആ നേതാവിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് പൊള്ളിയായിട്ട്
കാണിച്ചു വെച്ചിട്ടുണ്ട്. അവസാനം ആ മുതലേ എടുത്ത് എറിയുന്ന കൊണ്ടുവന്ന അത് കിടിലൻ സാധനം. അതൊക്കെ തിയേറ്ററിൽ കണ്ട അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്. 3D കൂടെ ആയിരുന്നു, എനിക്ക് കിടുക്കനായിരുന്നു. എനിക്കത് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് വിഷ്വലി നല്ല രീതിയിൽ കാണാനുള്ളൊരു സാധനമുണ്ട് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ 2 കാലഘട്ടമാണ് ഉള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാർത്തി ഗസ്റ്റ് റോളിൽ കൊണ്ടുവരുന്നത്, അതിൻ്റെ ആവശ്യം എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പം ലോകേഷിൻ്റെ യൂണിവേഴ്സ് വരുന്നുണ്ട്, അതിനകത്താണെങ്കിൽ ദില്ലി, വിക്രം, ലിയോ ഇങ്ങനെയൊക്കെയുള്ള എന്താ വെച്ചാൽ റോളക്സ് ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാനിരിക്കുക. ഇപ്പം ഈ ക്യാരക്ടറിനെ എല്ലാം പരിചയപ്പെടുത്തി വെച്ചേക്കുന്നത് നമ്മുടെ മനസ്സിൽ ഈ ഒരു ക്യാരക്ടറായിട്ടാണ്. എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഒരു സിനിമയ്ക്കകത്ത് ഇപ്പം തന്നെ ദില്ലിയും റോളക്സും തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല. അപ്പോൾ ഇവർ തമ്മിൽ ആദ്യമേ കണ്ടുമുട്ടുന്നത് ആ ഒരു സിനിമയ്ക്കകത്താവണമെന്ന് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. ഇതിനകത്ത് ഗസ്റ്റ് റോളിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ അത് ആദ്യമേ ആ ഒരു ഇത് പൊട്ടിക്കഴിഞ്ഞാൽ റോളക്സും ദില്ലിയും തമ്മിലുള്ള ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ആ ഒരു എന്ത് പറയുന്നത്, ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇതുണ്ടല്ലോ, അതിൻ്റെ ആ വെയിറ്റിങ് കുറഞ്ഞ് വരും. ഇപ്പം അതാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ലിയോയും കമലഹാസനും അപ്പം വിക്രം തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അവരുടെ ഒരു ക്യാരക്ടർ നമ്മുടെ മനസ്സിലുണ്ടല്ലോ, അതങ്ങ് പോവും. അതുകൊണ്ട് ആ ഒരു പരിപാടി വേണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ടോട്ടലി ട്രെയിലർ ഒരു വിഷ്വലി ഞാൻ കൂടുതൽ പറഞ്ഞില്ല, വിഷ്വലി നല്ലതായിട്ടുണ്ട്. ഒരു 3D കൂടെ ആയിരുന്നെങ്കിൽ കിടിലനായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.